നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏതാണ്ട് 3.49 ദിർഹം ലക്ഷം അല്ലേ, 3.49 ലക്ഷം 3.5 ലക്ഷം ദിർഹമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഗൾഫിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ മെയ് 27-ന് ED ഇവിടെ വന്നതും പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ കയറിയതും EDയെ CPM പ്രവർത്തകർ ആക്രമിച്ച് മുട്ടയൊക്കെ എറിഞ്ഞ് ആക്രമിച്ച് വണ്ടിയൊക്കെ തിരിച്ചു വിട്ടതിൻ്റെയും കാരണം ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി. വീണയുടെ ഡയറി അടക്കം കൊണ്ടാണ് അവർ പോയത്. വീണയുടെ ഡയറി, ഫോണ്, അതുപോലെ തന്നെ CMRLൻ്റെ വിവരങ്ങൾ, മൊബൈൽ ഫോണുകൾ, പിന്നെ ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ED റെയ്ഡ് ചെയ്ത MLA മുഹമ്മദ് റിയാസിൻ്റെ കുറേ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരുടെയും ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് വീണ വിജയൻ ഗൾഫിലേക്ക്, മിക്കവാറും അത് അബുദാബിയിലേക്കായിരിക്കും അല്ലേ, ദുബായ് അബുദാബി, അതെ, അവിടേക്ക് ലക്ഷങ്ങളുടെ വിനിമയം നടത്തിയിരിക്കുന്നു. അതും വരവിനേക്കാൾ കവിഞ്ഞ് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. അവിടെയാണ് ED പിടിച്ചിരിക്കുന്നത്. വരവിനേക്കാൾ കൂടുതൽ തുക വിദേശത്തേക്ക് അയച്ചു. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വിദേശ നിക്ഷേപം ഇങ്ങോട്ടല്ലേ വരേണ്ടത്. പ്രവാസികളുടെ പണം ഇന്ത്യയിലേക്ക്, നമ്മുടെ കേരളത്തിലേക്കല്ലേ വരേണ്ടത്. അങ്ങനെയാണ് വരുന്നത് അല്ലേ. ബാങ്കുകളിലെല്ലാം അത് സ്വീകരിക്കാനാണ് FCRA അവർ കൃത്യം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആ പ്രവാസി നിക്ഷേപം സ്വീകരിക്കണം. അതുമാത്രമല്ലേ, ഏറ്റവും പുതിയ ചില കണ്ടെത്തലുകൾ കൂടിയുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? അതായത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്തകൾ, ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത, ഈ വീണയുടെ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്നൊരു കമ്പനി, അതായത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി കൂടാതെ ഈ ലേക്കർ ഇന്ത്യ കോർപ്പ്, ഈ കമ്പനി രൂപീകരിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2020 ശേഷമാണ് ഈ കമ്പനി രൂപീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹത്തിന് ശേഷം 2019 എക്സാലോജിക്കിനെ അടച്ചു പൂട്ടുന്നു. 2019 ശരിക്കും 2020 ശേഷമാണ് എക്സാലോജിക്കിന് പൂട്ട് വീഴുന്നത്. ഈ 2020 വരെ ഇടപാടുകൾ നടന്നു. 19 തൊട്ട് നഷ്ടത്തിലായി. അപ്പോഴാണ് കടം വാങ്ങുന്നത്. ഈ CMRLൻ്റെ സഹോദര സ്ഥാപനത്തിൽ നിന്ന് കടം വാങ്ങുന്നത് ആ സമയത്താണ്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും പുതിയ ചില വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കേണ്ടത്. ഇപ്പം നമ്മുടെ ചാനലുകളെല്ലാം ബ്രേക്ക് ചെയ്യുന്നു. ഈ ലേക്കർ ഇന്ത്യ കോർപ്പിൻ്റെ ഓഫീസ് കണ്ടെത്തി. സംഭവം കോഴിക്കോട് പന്തീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെട്ടിക്കട പോലെ ഉള്ള 2 കടമുറികളാണ്. അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ ഒരു മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളാണ്. ഏതാണ്ട് 2-3 വർഷങ്ങളായിട്ട് ഇത് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ വീണ നേരിട്ടല്ല എടുത്തിരിക്കുന്നത്. ഈ വീണയുമായി ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ഈ ഉടമസ്ഥൻ അറിയില്ല. ഇത് ഡോക്ടർ അനീസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അനീസ് അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. അപ്പോൾ ഈ അനീസിന് സർജിക്കൽ ഉപകരണങ്ങൾ, ചില മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചില കച്ചവടങ്ങളുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ ഗോഡൗണായിട്ട് ഉപയോഗിക്കാൻ എന്നുള്ള രീതിക്കാണ് ഇത് വാടകയ്ക്ക് എടുത്തത്. വാടകയൊക്കെ കൃത്യമാണ്. ഇവിടെ ചില ഈ വാടകയ്ക്ക് എടുത്ത സമയത്ത് തന്നെ ഈ ചില കാർട്ടണുകൾ, ചില ബോക്സുകളിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇതങ്ങനെ എപ്പോഴും തുറക്കാറില്ല, വല്ലപ്പോഴേ തുറക്കാറുള്ളൂ. വാടക കൃത്യമായിട്ട് തരും. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത് തുറക്കുന്നില്ല എന്നാണ് ഇവരുടെ അറിവ്. ഈ സമീപത്തുള്ള കടകൾ, ഇയാൾക്ക് വേറെയും അവിടെ കടകളുണ്ട്, വേറെ പലർക്കും കടകളുണ്ട്, അവിടെയൊക്കെ പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ അവിടെ ജോലി ചെയ്യുന്നവർ, അതിൻ്റെ ഉടമസ്ഥർ, ഇതിൻ്റെ താഴെ ഒരു വർക്ക്ഷോപ്പ്, ഇതൊരു ബഹുനില കെട്ടിടമാണ്, അതിൻ്റെ താഴെ ഒരു വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ആ വർക്ക്ഷോപ്പിലുള്ള ആൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്നയാളാണ്. ഇപ്പോൾ പൊതുവേ നമ്മൾ ഈ വർക്ക്ഷോപ്പ്, പിന്നെ പലവ്യഞ്ജനക്കട, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ ചുറ്റുപാടുള്ളവരെ കുറിച്ച് നല്ല ധാരണയുള്ളത്. കാരണം ഇവരുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് സമ്പർക്കം വരാതിരിക്കില്ല. എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ അവിടെ പോവും, വണ്ടി ചീത്തയായ ഒന്ന് നന്നാക്കാൻ പോവും, അല്ലേ. അതുപോലെ പാല്, നമ്മുടെ ഈ മിൽമയുടെയും മറ്റുമൊക്കെ പാലിൻ്റെ ഏജൻസികളുള്ളവർ, അവരുടെ അടുക്കലൊക്കെ നമ്മളെല്ലാവരും പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അവരെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ED ചോദ്യം ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവരെ വളരെ രഹസ്യമായിട്ട് അവിടെ വന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർ പറയുന്നത്, ഈ വർക്ക്ഷോപ്പ് ഉടമ അടക്കമുള്ളവർ ചാനലിലൊക്കെ വന്നവർ പറയുന്നുണ്ട്, അവർ ചാനലുകളൊക്കെ പോയി പിന്നെ എന്താ പറയുക, ചൂടോടുകൂടി അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല, കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത് തുറക്കുന്നില്ല എന്ന്. അപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് അന്വേഷണം വളരെ
മുറുകി വരികയാണ്. അതാണിത് തുറക്കാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്നൊരു ചെറിയൊരു ഇത് പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, വേറെ ബോർഡൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ അനീസും വീണയും പാർട്ട്ണർമാരാണെന്നാണ്. ഇല്ലെങ്കിൽ പിന്നെ ഈ ലേക്കർ ഇന്ത്യ കോർപ്പിൻ്റെ പേരിൽ അതിന് വേണ്ടിയിട്ട് ഈ അനീസ് എന്തിന് ഈ സ്ഥാപനം വ്യക്തിഗതമായ ഇതിൽ വാടകയ്ക്ക് എടുക്കുന്ന അനീസിൻ്റെ ID കാർഡും ഡീറ്റെയിൽസുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം നടത്തണമെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരിലാണ് അത് വാടകയ്ക്ക് എടുക്കേണ്ടത്. ഇത് ശരിക്കും കോഴിക്കോട് പാർട്ടി ആസ്ഥാനത്തിൻ്റെ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അഡ്രസ്സായിരുന്നു എടുക്കേണ്ടത്. കാരണം ഇവിടെയൊക്കെ എക്സാലോജി KKG സെൻറ്ററിലെ പേരാണല്ലോ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വീണയുടെ യാതൊരു അടയാളങ്ങളും വരാതെ ഡോക്ടർ അനീസ് വ്യക്തിഗതമായി തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എന്നുള്ള മട്ടിൽ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്നുള്ള ഒരു ചെറിയ കടലാസിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് മാത്രമാണ് ഇത് അറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് ഇത് ഈ അടുത്ത കാലത്താണല്ലോ ED ഈ വിവരം പുറത്തു വിടുന്നത്. എക്സാലോജിക്ക് കൂടാതെ ഒരു കമ്പനി കൂടിയുണ്ട്. അതൊരു അന്ന് ED പറഞ്ഞിരുന്നത് ഒരു സർജിക്കൽ മെഡിക്കൽ അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഡീൽ ചെയ്യുന്നൊരു സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്ഥാപനത്തിൽ വീണയും ഡോക്ടർ അനീസും പാർട്ട്നേഴ്സാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഈ ചാനലുകളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത EDയെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അവർ ED ഡീറ്റെയിൽസ് കൊടുക്കാതെ ഇവരിത് പറയത്തില്ലല്ലോ. അപ്പോൾ അത് ഒരു വശത്ത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പല കാര്യങ്ങളും വളരെ നമുക്ക് വലിയ ആശ്ചര്യപ്പെടുത്തുന്ന ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുമോ? നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ. ഓപ്പറേഷൻസ് അങ്ങനെ തന്നെ അതിനെ പറയണം. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻസ് എല്ലാം അങ്ങനെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് റിവേഴ്സ് ഹവാലയെക്കുറിച്ച്. അതായത് ഇവിടെ ഒരു കമ്പനി, അവിടെ ഒരു കമ്പനി, വിദേശത്തൊരു കമ്പനി, അത് അമേരിക്കയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദുബായിലോ അബുദാബിയിലോ എവിടെയോ ആകട്ടെ, സിംഗപ്പൂരോ എവിടെയോ ആകട്ടെ, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. രണ്ടും കടലാസ് കമ്പനികളാണ്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് അവർക്കൊരു ഓർഡർ കൊടുക്കുന്നു. പോയിൻ്റ് ഓഫ് ഓർഡർ ഇവിടെ ബാങ്കിൽ സമർപ്പിക്കുന്നു. അതായത് ഞാൻ 1 കോടി രൂപ വിലയുള്ള ചില കാര്യങ്ങൾ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നു. എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ലീഗലായിട്ട് തന്നെ, അതിനകത്തൊരു ഇല്ലീഗാലിറ്റി ഇല്ല. എന്നിട്ട് ഞാൻ ബാങ്കിൽ പോയിൻ്റ് ഓഫ് ഓർഡർ കൊടുക്കുന്നു. ബാങ്കിൽ എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഞാൻ ബാങ്കിന് ഈട് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ അതിൻ്റെ ചില രേഖകളെല്ലാം കൊടുത്ത് എനിക്കിത് ഇന്ന സാധനം വേണം, ഞാൻ മുൻകൂറായിട്ട് പണം അയക്കുകയാണ് എന്ന് പറഞ്ഞ് 1 കോടി രൂപ ഇവിടുന്ന് ഞാൻ അയക്കുന്നു. അവിടെ എനിക്ക് സാധനം തരേണ്ട കമ്പനി ഏതാണോ അവർ ബാങ്കിൽ ഇതുപോലൊരു ഇത് കൊടുക്കുന്നു. എന്നിട്ട് അവരവിടെ നിന്നും ഈ സാധനം ഇങ്ങോട്ടേക്ക് എനിക്ക് അയക്കുന്നു. എൻ്റെ പണം അവിടെ, അപ്പോൾ സാധനം ഇവിടെ കിട്ടി, ഇവിടെ വന്ന് ക്ലിയർ ചെയ്തു, ഞാൻ ബാങ്കിന് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ബാങ്ക് പരിശോധിക്കുന്നു, കാര്യങ്ങളെല്ലാം കൃത്യം. ഉടനെ ഇവിടുന്ന് ഇവർ പറയാം, നിങ്ങളവിടെ ഈ എമൗണ്ട്, ഈ 1 കോടി രൂപ നിങ്ങളവിടെ ക്രെഡിറ്റ് ചെയ്തോ, ഞങ്ങളതിൻ്റെ ഇത് അയച്ചു തരാം, ഇവിടുന്ന് ഞങ്ങളത് അയച്ചോളാം എന്ന് പറഞ്ഞ് ചെയ്തു. നോക്കൂ, ഇതിനകത്ത് എന്തെങ്കിലും ഇല്ലീഗാലിറ്റി ഉണ്ടോ? ഇല്ല. ഇത് വളരെ തന്ത്രപൂർവ്വം ചെയ്യുകയാണ്. ഈ വരുന്ന സാധനങ്ങളെല്ലാം ഈ പറയുന്നത് പോലെ എന്താണ് ഏതാണ് എന്ന് ടെക്നിക്കലായിട്ട് പരിശോധിക്കാൻ ബാങ്കിൻ്റെ ആൾക്കാർ വരുമോ? ഇല്ല. കാരണം ബാങ്ക് നോക്കുമ്പോൾ അല്ല, കാശ് ഇവിടെ കൊടുക്കുന്നയാൾ ഓർഡർ കൊടുത്തിരിക്കുന്നു, ആളിന് സാധനം വന്നിരിക്കുന്നു, സാധനം വന്നത് കൺസൈൻമെന്റ് ഇവിടെ എത്തി, കൺസൈൻമെന്റ് തുറന്നു നോക്കുന്നില്ല. തുറന്നു നോക്കാതെ ഈ സാധനം എന്താ പറയണ്ടേ, നമ്മൾ കൊടുക്കുന്ന വിവരം വെച്ച്, ഈ കമ്പനി കൊടുക്കുന്ന വിവരം വെച്ച് ബാങ്ക് പണം, അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ റോബോട്ടിക് സർജറി ചെയ്യുന്ന സർജറി ഇപ്പോൾ എല്ലാം റോബോട്ടിക് സർജറി ആണല്ലോ, ശസ്ത്രക്രിയ ടേബിളിലൊക്കെ. അങ്ങനെ ഒരു ഉപകരണത്തിന് 15 ലക്ഷം രൂപ വില വരുമെങ്കിൽ അങ്ങനെയുള്ള 5 എണ്ണം ഓർഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ 6 എണ്ണം, 90 ലക്ഷം രൂപ. 90 ലക്ഷം രൂപയ്ക്ക് 6 എണ്ണം കോട്ട് ചെയ്യുന്നു. അപ്പോൾ 90 ലക്ഷം രൂപയുടെ ഇവിടെ വരുന്നത് പക്ഷേ 6 എണ്ണം ആയിരിക്കില്ല, 1 or 2 ആയിരിക്കും. പക്ഷേ ഈ 6 എണ്ണത്തിൻ്റെ കൺസൈൻമെന്റ് ബില്ല് ഇവിടെ കിട്ടും, ഇവിടെ ഇറക്കി എത്തിയതായിട്ട്. അപ്പോൾ ബാങ്കിൽ നിന്നും 90 ലക്ഷം രൂപ അങ്ങോട്ടേക്ക്, അതായത് അവിടുത്തെ ബാങ്കിന് ഇവർ നിർദ്ദേശം കൊടുക്കും, നിങ്ങളത് ക്രെഡിറ്റ് ചെയ്തോ, അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തോ, ഇവിടെ കാര്യങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ ഉടൻ തന്നെ പണം ട്രാൻസ്ഫർ ചെയ്തേക്കാം. 2 എക്യുപ്മെന്റ് വരുമ്പോൾ 30 ലക്ഷം രൂപ,
ബാക്കി 60 ലക്ഷം രൂപ അവിടെ തിരിച്ച് റിവേഴ്സ്. അതിൻ്റെ പേരാണ് റിവേഴ്സ് ഹവാല. ഇത് ഇങ്ങനെ നിർബാധം നമ്മുടെ നാട്ടിലൊക്കെ നടക്കും. ഇതിനെ പിടിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. പക്ഷേ ഇത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ബാങ്കിങ് മേഖലയും EDയും എല്ലാം കൂടി ഇതെന്തെങ്കിലും ഒരിക്കൽ പിടി വീഴും. അങ്ങനെ ഇത് ഇങ്ങനെ ഈ നിർബാധം ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. പിടി വീഴും എന്നുള്ളത് നമ്മൾ പലരുടെയും കാര്യത്തിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇതെന്താണ്? നമ്മൾ നേരത്തെ ഈ റിവേഴ്സ് ഹവാലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ ചർച്ചയിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടാമതും വീണയെ ചോദ്യം ചെയ്തതിന് ശേഷം ഈ ബാങ്കിലെ പരിശോധന, ലോക്കർ തുറന്ന് പരിശോധിച്ചൊക്കെ കഴിഞ്ഞ ആ സമയത്താണ് നമ്മൾ ഈ ചർച്ച നടത്തിയത്. അന്ന് റിവേഴ്സ് ഹവാലയെക്കുറിച്ചൊക്കെ നമ്മളത് വളരെ കൃത്യമായിട്ട് ഒരു പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായി സംസാരിച്ചിട്ടാണ് നമ്മൾ ആ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പ്രേക്ഷകരുടെ, ഇത് സാധാരണ നിലയ്ക്ക് ഇതങ്ങനെ പൊതുവേ മാധ്യമപ്രവർത്തകരൊന്നും ഇത്ര ആഴത്തിൽ അന്വേഷിച്ച് പോവില്ല. അപ്പോൾ നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് നമ്മളതിൻ്റെ സാങ്കേതികമായ വശങ്ങളൂടെ മനസ്സിലാക്കി ഇതെങ്ങനെ കോപ്പറേറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ടാണ്. സാധാരണ അവരും ഇത് പറയില്ല, കാരണം അവരുടെയും കച്ചവടം കൂട്ടി പോകും. ഈ റിവേഴ്സ് ഹവാല കേരളത്തിൽ പുതുതല്ല. അല്ലല്ല, പല വമ്പന്മാരെയും പിന്നെ ഒരു മതമേലധ്യക്ഷൻ ഈ ഒരു വർഷമായില്ല, അദ്ദേഹം അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ വെച്ച് നടക്കാൻ ഇറങ്ങിയപ്പോൾ കൊട്ടാര സദൃശമായ സ്വവസതിയിൽ വെച്ച് കൊല്ലപ്പെടുന്നു. ഒരു വണ്ടി ആക്സിഡന്റ്. ഈ മതമേലധ്യക്ഷന്റെ ഇവിടുത്തെ ജോലി ഇത് തന്നെയായിരുന്നു. അത് അമേരിക്കയിലേക്കാണ്, അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്കും ഒക്കെയാണ്. ഇവിടെ സംഭവിച്ചത് ആ പണം FCRA വഴി തിരിച്ചു വരും. ചില പ്രത്യേക സംഘടനകൾക്ക് ഈ പണം കറങ്ങി വരും. ഇത് ഇവിടുത്തെ പലരുടെയും കൈക്കൂലി പണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇരിക്കട്ടെ, നമ്മളെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ പിന്നെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് ഇപ്പോൾ ED പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ, ഏതാണ്ട് 2024 തന്നെ ED ഇതൊക്കെ മനസ്സിലാക്കിയതാണ്. പക്ഷേ ED വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് 85 ലക്ഷം രൂപ, 85 ലക്ഷം രൂപ, അതായത് പിന്നെ 3.5 ലക്ഷം ദിർഹം. ഈ കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തൽ ഓർമ്മയുണ്ടല്ലോ. സ്വപ്ന നടത്തിയത് ഇവർ ഡോളർ കടത്തി എന്നാണ് പറഞ്ഞത്, നമ്മളാരും പറഞ്ഞതല്ല, സ്വപ്ന പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നില്ല. ഈ പറഞ്ഞ ഈ UAE എക്സ്ചേഞ്ച്, ക്ഷമിക്കണം, നമ്മുടെ UAE കോൺസുലേറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ഉപയോഗിച്ച് വലിയ രീതിയിൽ സ്വർണം കടത്തി എന്നാണ് ആദ്യം വന്ന കേസ്. അതിനെ തുടർന്നാണ് പിന്നെ സ്വപ്ന അറസ്റ്റിലായതും പിന്നീട് ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം സ്വപ്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതും. ആ വെളിപ്പെടുത്തലിലാണ് സ്വപ്ന വീണയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, KT ജലീലിനെ കുറിച്ചും അന്ന് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനെ കുറിച്ചും ഒക്കെ വീണ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞു, ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞു. ഇവരെല്ലാം വിദേശയാത്ര നടത്തുന്നത് ഈ ഡിപ്ലോമാറ്റിക് റൂട്ടിൽ തന്നെയാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സാധാരണക്കാർക്ക് പറ്റില്ല. നമുക്കറിയാം, വീണയുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം നമുക്കറിയാം. വീണ ഒരു പിന്നെ IT എഞ്ചിനീയറാണ്. അല്ലാതെ വീണയ്ക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണ, എക്സ്പെർട്ടല്ല. അപ്പോൾ ഈ എക്സ്പെർട്ടല്ല എന്ന് പറയാൻ കാര്യം, നമ്മളൊക്കെ ഇപ്പോൾ ബാങ്കിൽ പോകുന്നു, ഒരു പിന്നെ തുകയിടാൻ നമുക്ക്, അതിപ്പം അത് വേണ്ട, നമുക്കൊക്കെ ATM കാർഡ് കൊടുത്താൽ മതി, ബാങ്കിൽ തുകയിടാം. ഇത് അങ്ങനെയല്ല. ഇത് വലിയ വലിയ തുകകൾ ട്രാൻസാക്ഷൻ നടത്തി ഡയറിയിൽ എഴുതി, അതെങ്ങനെ എഴുതാതിരിക്കും? കൊടുത്തതിൻ്റെ കണക്ക് വേണ്ടേ കയ്യിൽ? ഇത് കാരണം ഈ കാശ് അവിടെ എത്തിയോ ഇല്ലയോ എന്നൊക്കെ കൃത്യമായിട്ട് ഓരോ ആവശ്യങ്ങൾക്കല്ലേ ഇത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ കാര്യങ്ങൾ ഇത് ചെയ്യും? നോക്കൂ, പണ്ട് ഷോൺ ജോർജ് ഒരു ആരോപണമായിട്ട് വന്നതാണ് വീണയ്ക്കെതിരെ. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട് എന്നാണ് അന്ന് ഷോൺ ജോർജ് പറഞ്ഞത്. അതിലേക്കാണ് ED പോകുന്നത്. അല്ല, അത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് മാത്രമല്ല ഇപ്പോൾ ഈ റഡാറിൽ വന്നിരിക്കുന്നത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ചെറുതാണ്. സിംഗപ്പൂർ വഴി ഓപ്പറേഷൻസ് നടത്തിയിരിക്കുന്നു, അതുപോലെ നേരിട്ട് ദുബായിലേക്ക് നടത്തിയിരിക്കുന്നു.
അതുപോലെ അമേരിക്കയിൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇനി അന്വേഷണത്തിൽ കണ്ടെത്തണം. ഇത് നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്ക് വാർത്തയിലിരുന്ന് പറയുന്നത് പോലെയല്ല. വളരെ പെട്ടെന്നൊന്നും അങ്ങനെ അമേരിക്കയിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇന്ത്യക്കാരന് നിക്ഷേപം ഉണ്ടോ എന്നൊക്കെ ചെന്ന് ചോദിച്ചാൽ അവരുടനെ പറയത്തൊന്നുമില്ല. പോയി പണി നോക്കാൻ പറയും. നിയമങ്ങൾ വളരെ കർക്കശമാണ് അമേരിക്കയിൽ. അതിന് അതിൻ്റേതായ രീതിയിലൊക്കെ ശ്രമിച്ചാലേ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ടാക്സ് വെട്ടിക്കാൻ പറ്റുന്ന പല രാജ്യങ്ങളും ഉണ്ട് ഇന്ന്. ഇപ്പോൾ അവയുടെയൊക്കെ പേര് പറയാൻ തുടങ്ങിയാൽ നമ്മൾ പെട്ടുപോകും. മൗറീഷ്യസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ, സ്വിറ്റ്സർലൻഡിൽ ഇപ്പം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ അന്വേഷിക്കാൻ ചെന്നാൽ അറിയാമല്ലോ, പണ്ട് ബോഫോഴ്സ് ഇടപാടിൽ സ്വിസ് അക്കൗണ്ടാണ് ഉണ്ടായിരുന്നതെന്നുള്ള ആക്ഷേപമാണ്. പക്ഷേ എൻ്റെ സംശയം, ഈ സ്വപ്ന UAE കോൺസുലേറ്റിന്റെ അമരക്കാരിയായിരുന്നു, ജീവനക്കാരിയായിരുന്ന സമയത്ത്. അതെ, അമരക്കാരി. അന്ന് അതിന്റെ ഡിപ്ലോമാറ്റിക് ബാഗേജുകളാണ് ഇപ്പം വിഷയം. നമ്മുടെ കേരളത്തിലെ എത്ര മന്ത്രിമാർ, എത്ര മുതിർന്ന CPI നേതാക്കൾ ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിന് പോയി. ഇവരെല്ലാവരും UAE ചെന്ന് ഇറങ്ങിയിട്ടാണോ? അതങ്ങനെയാണ്. ഇവര് ഇവിടുന്ന് ദുബായി ചെന്നിട്ട് ദുബായിൽ നിന്നാണ് പിന്നെ പലയിടത്തേക്കും പോകുന്നത്. അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ വീണയുടെ അച്ഛൻ സാക്ഷാൽ പിണറായി വിജയനും അമേരിക്കയിൽ പോകണമെങ്കിലും പുള്ളി ദുബായി പോയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. ഇത് ദുരൂഹതയുണ്ട്. ഇത് ഇങ്ങനെയൊന്നും അന്വേഷിച്ചാൽ പറ്റത്തില്ല. ED കുറെ കൂടെ ഈ കാര്യത്തിൽ. അതുപോലെ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പിണറായി വിജയന്റെയും കൊണ്ടുപോകുന്ന ബാഗുകളുണ്ട്. പിണറായി വിജയന്റെ കുടുംബത്തിന്റെയും കൂടെ കേരളത്തിലെ ചില ബിസിനസ് വ്യക്തികൾ മാത്രമല്ല, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞു വന്നത്, ചില വലിയ ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഈ കാര്യം തന്നെ, ഈ പണം എങ്ങനെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു, ഇതൊക്കെ നടത്താനുള്ള അറിവോ ബുദ്ധിയോ ഒന്നും വീണയ്ക്കോ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനോ ഒരുപക്ഷെ ഇവരെല്ലാം ടൂളുകളാകാം. നമ്മൾ ഈ ഏജന്റുമാരെന്ന് പറയില്ലേ, ഇടനിലക്കാർ. അല്ല, അവിടെയാണ് രാജേഷ് ജി കുറെ കൂടെ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് നമ്മളെ പോലുള്ളവർ പറയുന്നത്. ഇവരെ ഇതൊക്കെ ചെയ്യാൻ സഹായിച്ച സാമ്പത്തിക വിദഗ്ധരാരൊക്കെ, ഇതൊക്കെ ചെയ്തതിന് പ്രത്യുപകാരമാണോ ഇവിടെ ചില സാമ്പത്തിക വിദഗ്ധർക്ക് ചില ആനുകൂല്യങ്ങൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയത്? നമുക്കറിയാം, പലരും വിരമിച്ച പല ആൾക്കാർക്കും പല സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ഇവരൊക്കെ ആണോ എന്നൊക്കെയുള്ള ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇത് നമ്മൾ കരുതുന്നത് പോലൊരു നിസ്സാരമല്ല. ഇതൊരു വലിയ മാഫിയ പ്രവർത്തനം പോലെയാണ് ഇത് നടന്നിരിക്കുന്നത്. ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം ക്രിമിനൽ ബുദ്ധിയുള്ള ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് മറ്റൊരാളിൻ്റെ പേരിനെടുത്ത സിം അത് വീണ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇന്റർനെറ്റ് കോളിന് വേണ്ടി, ഇന്റർനെറ്റ് ബാങ്ക് ഇടപാടുകൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്കിൽ അതൊക്കെ ഈ 2020 ശേഷമാണ് ആ കണക്ഷനൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൊലേസ് എന്ന് പറയുന്ന കമ്പനിയിൽ ED പരിശോധന നടത്തി, റെയ്ഡ് നടത്തി, അവിടുന്ന് കുറേ കാര്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന രേഖകളെല്ലാം വളരെ ഈ റീസെൻ്റായിട്ട് കിട്ടിയ രേഖകളുടെ കാര്യങ്ങളല്ല ED പുറത്തു വിട്ടിരിക്കുന്നത്. നമ്മുടെ പല മാധ്യമങ്ങളിലും വാർത്ത വരുന്നത് അങ്ങനെയാണ്. ഞാനത് അങ്ങനെ കരുതുന്നില്ല. ഈ 2024 മുമ്പ് തന്നെ ലഭിച്ച പല വിവരങ്ങളും ഉറപ്പിക്കാൻ കഴിയുന്ന ചില തെളിവുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതാണ് ED പുറത്തു വിടുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ റെയ്ഡിൽ കിട്ടിയ കാര്യങ്ങളല്ല. ഇപ്പോഴത്തെ റെയ്ഡിൽ കിട്ടിയിരിക്കുന്നത് EDക്ക് മുമ്പ് കിട്ടിയ സൂചനകൾ, വിവരങ്ങൾ, ചില രേഖകൾ, അതൊക്കെ ഉറപ്പിക്കാൻ കഴിയുന്ന തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വിടുന്നത്. എന്തായാലും വീണയെ സംബന്ധിച്ചിടത്തോളം, വീണയുടെ അച്ഛൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഉയർന്നിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും ഇതിന് കൃത്യവും വ്യക്തവുമായ ഒരു മറുപടി പറയേണ്ടതുണ്ട്. പാർട്ടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ കേസ് അവരുടെ വഴിക്ക് നടത്തിക്കൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിണറായി വിജയനെ തൊട്ടാൽ കളി മാറും, അത് പാർട്ടിയെ വേട്ടയാടലാണ്, ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വിവിധ വിഷയങ്ങളുമായിട്ട് നമുക്ക് പിന്നാലെ വരാം.